നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കോഴിക്കോട് സ്വദേശി ട്രക്ക് ഡ്രൈവർ അർജുനെ കണ്ടെത്താനുള്ള രക്ഷാദൗത്യം പുരോഗമിക്കുകയാണ്. ഇതിനിടയിൽ ഈ ഒരു ദൗത്യത്തിൽ ഇടപെടണമെന്നാവശ്യപ്പെട്ട് സുപ്രീം കോടതിയിൽ ഹർജി സമർപ്പിച്ചിരുന്നു. പക്ഷേ സുപ്രീം കോടതി അത് കർണാടക ഹൈക്കോടതിയിലേക്ക് നീങ്ങാനും കർണാടക ഹൈക്കോടതിയാണ് ഈ വിഷയത്തിൽ ഇടപെടേണ്ടത് എന്നൊരു നിലപാട് സ്വീകരിച്ചിരുന്നു. ഇപ്പോൾ ഇതാ വിഷയത്തിൽ കർണാടക ഹൈക്കോടതി ഇടപെട്ടിരിക്കുകയാണ്. രക്ഷാദൗത്യം ഗൗരവമുള്ള വിഷയമെന്ന് കർണാടക ഹൈക്കോടതി അറിയിച്ചു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് കർണാടക ഹൈക്കോടതി നോട്ടീസും അയച്ചിരിക്കുകയാണ്. ഇരു സർക്കാരുകളോടും നാളേക്കകം മറുപടി നൽകാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ് കർണാടക ഹൈക്കോടതി. ഇരു സർക്കാരുകളും ഈ ഒരു വിഷയത്തിൽ മറുപടി നൽകാനാണ് കർണാടക ഹൈക്കോടതിയുടെ നിർദ്ദേശം. ഇതുവരെയുള്ള രക്ഷാദൗത്യത്തിന്റെ വിവരങ്ങൾ കർണാടക ഹൈക്കോടതിയിൽ സംസ്ഥാന സർക്കാർ സമർപ്പിച്ചിരുന്നു. കേസ് ഹൈക്കോടതി വീണ്ടും നാളെ പരിഗണിക്കാനിരിക്കുകയാണ്. 2 മലയാളി അഭിഭാഷകരാണ് സംഭവത്തിൽ ഹൈക്കോടതിയെ സമീപിച്ചത്. ഉച്ചയ്ക്ക് 2:30-ക്കായിരുന്നു ഈ ഒരു കേസ് പരിഗണിച്ചത്. ചീഫ് ജസ്റ്റിസിന്റെ ബെഞ്ചായിരുന്നു ഹർജി പരിഗണിച്ചത്. ഇന്നലെ സുപ്രീം കോടതിയെ സമീപിച്ച വക്കീലന്മാരോട് കർണാടക ഹൈക്കോടതിയെ സമീപിക്കാൻ നിർദ്ദേശിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കേസ് ഇന്ന് കർണാടക ഹൈക്കോടതിയിൽ എത്തിയത്. എന്തായാലും നിർണായകമായ ഒരു ഇടപെടൽ കർണാടക ഹൈക്കോടതി നടത്തിയിരിക്കുകയാണ്. വിഷയം ഗൗരവമുള്ളതാണ് എന്നൊരു നിരീക്ഷണം ഹൈക്കോടതി നടത്തിയിട്ടുണ്ട്. അതേസമയം ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുള്ള മറ്റു ചില വിവരങ്ങൾ കൂടി നോക്കാം. അർജുന് വേണ്ടി തിരച്ചിൽ നടത്തുന്ന സ്ഥലത്ത് നിന്നുള്ള റഡാറിന്റെ സിഗ്നൽ മാപ്പ് പുറത്തുവന്നു. നദിക്കരയിൽ നിന്ന് 40 മീറ്റർ മാറിയുള്ള സ്ഥലത്ത് നിന്നാണ് സിഗ്നൽ കിട്ടിയിരിക്കുന്നത്. ആ സ്ഥലം കേന്ദ്രീകരിച്ചാണ് ഇന്ന് നാവികസേന പരിശോധന നടത്തുന്നത്. ഷിരൂരെ മലയിടിഞ്ഞു വീണ സ്ഥലത്ത് സിഗ്നൽ കിട്ടിയ പ്രദേശത്തെ സിഗ്നൽ മാപ്പ് ചെയ്തതാണ് ഇത്. എന്തായാലും വളരെ നിർണായകമായൊരു കാര്യം തന്നെയാണിത്. മാത്രമല്ല, ഈ ഏകദേശ മാപ്പ് തയ്യാറാക്കിയത് NIT സൂറത്തുകളിലെ വിദഗ്ധരാണ്. മണ്ണ് ഇടിഞ്ഞിറങ്ങിയ രീതി വെച്ച് നോക്കിയാൽ അതിനടിയിലുള്ള ട്രക്ക് മറിഞ്ഞ് നീങ്ങാനുള്ള സാധ്യത കൂടി കണക്കിലെടുത്താണ് ഇത്തരത്തിലൊരു മാപ്പ് സജ്ജമാക്കിയിരിക്കുന്നതെന്നതും ശ്രദ്ധേയമാണ്. അർജുന്റെ ലോറിക്ക് 20 ടൺ ഭാരമുണ്ട്. മലമുകളിൽ നിന്നും നദിയിലേക്ക് 200 മീറ്ററോളം മണ്ണ് ഇടിഞ്ഞിറങ്ങിയിട്ടുണ്ട്. അതിന്റെ ആഘാതം പരിശോധിച്ചാൽ ഇത്ര ഭാരമുള്ള ലോറി ഇപ്പോഴുള്ള കരയിൽ നിന്ന് 40 മീറ്ററോളം അകലത്തിലാകാം. അവിടെ നിന്നാണ് സിഗ്നലുകളും കിട്ടിയിരിക്കുന്നത്. സിഗ്നലും മണ്ണിടിഞ്ഞിറങ്ങിയതിന്റെ ആഘാതവും പരിശോധിച്ചിരുന്നു. അതിനുശേഷമാണ് ഏകദേശ സിഗ്നൽ മാപ്പ് തയ്യാറാക്കിയത്. സിഗ്നൽ കിട്ടിയ ഇടം അർജുന്റെ ലോറി ഉള്ള ഇടമാണെങ്കിൽ ലോറി ഏതാണ്ട് കിടക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതേസമയം ഇന്നലെ വൈകുന്നേരത്തോടെയായിരുന്നു ഈ മൺകൂനയിൽ ഈ ഒരു ലോറിയും അർജുനും ഇല്ല എന്ന ഒരു സ്ഥിരീകരണം സൈന്യം നടത്തിയത്. തിരച്ചിലിനൊടുവിൽ ഇന്നലെ വൈകുന്നേരത്തോടെയായിരുന്നു ഒരു സ്ഥിരീകരണം നടത്തിയത്. റോഡിൽ മണ്ണിനടിയിൽ ലോറി ഉണ്ടെന്ന സംശയത്തിലായിരുന്നു ഇത്രയും ദിവസം അവിടെ പരിശോധന നടത്തിയത്. കഴിഞ്ഞ ദിവസം 98% മണ്ണും നീക്കി. ലോറിയുടെ സാന്നിധ്യമില്ലെന്ന് കർണാടക സ്ഥിരീകരിച്ചു. എന്നാൽ സൈന്യം എത്തിയതോടെ പ്രതീക്ഷ വർദ്ധിച്ചു. പക്ഷേ ലോറി കരയിലില്ലെന്ന് സൈന്യം സ്ഥിരീകരിച്ചു. തിരച്ചിൽ 7 ദിവസം പിന്നിടുകയാണ്. ഇന്ന് 8ാമത്തെ ദിവസമാണ്. അർജുനെ കാണാത്തതിൽ എല്ലാവരും വളരെയധികം ആശങ്കയിലാണ്. ഇന്ന് 8ാം ദിവസവും തിരച്ചിൽ നടക്കുന്നുണ്ട്. ഇന്ന് പുഴയിലായിരുന്നു ഈ ഒരു തിരച്ചിലൊക്കെ പുരോഗമിച്ചിരുന്നത്. എന്തായാലും മണിക്കൂറുകൾ പിന്നിടുകയാണ്. അർജുനെ കണ്ടെത്താനാകുമെന്ന ശുഭപ്രതീക്ഷയോടെയാണ് ഏവരും ആയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.